ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്ന ഒരു സമയമാണിത്. ഉത്സവ സമയങ്ങളിൽ ഏറ്റവും പ്രധാനമായി നടക്കുന്ന ഒരു കാര്യമാണ് പൊങ്കാല എന്ന് പറയുന്നത്. സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കാറുണ്ട് ദേവീക്ഷേത്രങ്ങളിൽ. നമുക്ക് പൊങ്കാലയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വർഷം തോറും ആഘോഷത്തോടെ നടത്തുന്ന ഒരു ചടങ്ങാണ് പൊങ്കാല. ക്ഷേത്രത്തിൽ മാത്രമല്ല, വിശേഷ ദിവസങ്ങളിൽ വീട്ടുമുറ്റത്തും പൊങ്കാല ഇടാറുണ്ട്. ഭക്തിയോടുകൂടി ദേവീനാമങ്ങൾ ഉരുവിട്ടാണ് ഭക്തജനങ്ങൾ സ്ത്രീ ദേവതകൾക്ക് പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നത്. ജഗത് മാതാവായ പരാശക്തിയെ പൂജിക്കുമ്പോൾ അമ്മയ്ക്ക് മുന്നിൽ ആ സത് സ്വരൂപത്തെ സമർപ്പിക്കുകയാണ് ഇതിലൂടെ ഭക്തർ ചെയ്യുന്നത്. തമസിനെ അകറ്റി വെളിച്ചത്തിനായി പ്രാർത്ഥിക്കുന്നതാണ് ഈ ചടങ്ങിന് പിന്നിലുള്ള സങ്കല്പവും. തങ്ങളുടെ ജയപരാജയങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ വിവരിച്ച് ആശ്വാസം കൊള്ളുകയാണ് പൊങ്കാലയിലൂടെ ലഭിക്കുന്ന സായുജ്യം. ദ്രാവിഡ ജനതയുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ശ്രേഷ്ഠമായ പൊങ്കൽ പരിണമിച്ചുണ്ടായതാണ് പൊങ്കാല എന്നാണ് വിശ്വാസം. ഭയഭക്തി വിശ്വാസത്തോടെ സ്ത്രീകൾ പൊങ്കാല ഇടുമ്പോൾ ആ കലങ്ങളിൽ തിളച്ചുമറിയുന്നത് അഹം എന്ന ഭാവമാണ്. അഹം നശിച്ച് അവസാനം അത് നിവേദ്യമായി മാറുന്നു. കടുത്ത ചൂടും ശ്വാസം മുട്ടിക്കുന്ന പുകയും ശബ്ദമുഖരിതമായ അന്തരീക്ഷവും സ്ത്രീകൾക്ക് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള പ്രാപ്തി നൽകുന്നു. ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ മൺകലത്തിൽ പൊങ്കാലയിടുന്നതിൻ്റെ സവിശേഷതകൾ ഏറെയാണ്. മൺകലത്തിൽ വേവിച്ചെടുക്കുന്ന ആഹാരത്തിലെ മാലിന്യങ്ങളെ മൺകലം വലിച്ചെടുക്കുമെന്നും ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു. താങ്ക്